നമസ്കാരം, പേര് പ്രദീകൃഷ്ണൻ, മെഡിഹബിൽ നിന്നാണ്. നമുക്ക് നേഴ്സിങ്ങിനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെട്ടാലോ? ഓരോരോ കാലഘട്ടങ്ങളിലും ഓരോരോ കോഴ്സുകളും അതിൻ്റെ സാധ്യതകളും മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷെ എല്ലാ കാലഘട്ടത്തിലും ഒരേ റേഞ്ചുള്ള ഒരേ ഡിമാൻഡുള്ള ഒരു കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് ആ മെഡിക്കൽ കോഴ്സായിട്ടുള്ള നേഴ്സിംഗ് തന്നെയാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ നേഴ്സസിനും ഉള്ളത്. മെഡിക്കൽ മേഖലയിലെ മാലാഖമാരാണ് നേഴ്സുമാർ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേഴ്സിംഗ് പ്രൊഫഷൻ തന്നെയാണ്. കാരണം ഭൂമിയിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിട്ട് ഹോസ്പിറ്റൽസ് വേണം. ഒരു ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിനോ നേഴ്സസ് അത്യാവശ്യമാണ്. പേഷ്യന്റിന് നേഴ്സിന്റെ കെയർ കൂടിയേ തീരും. അവിടെയാണ് ഒരു നേഴ്സിംഗ് പ്രൊഫഷന്റെ സാധ്യത എക്കാലത്തും, സ്വദേശത്തും വിദേശത്തും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ 2018 ഡേറ്റ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏകദേശം 20% മെയിൽ നേഴ്സസും 80% ഫീമെയിൽ നേഴ്സസ് ആണ് ലോകത്താകമാനം വർക്ക് ചെയ്യുന്നത്. അപ്പൊ എത്രമാത്രം സാധ്യതയാണ് ആ ഒരു പ്രൊഫഷനിലുള്ളത്? നേഴ്സിംഗ് കോഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നേഴ്സിംഗ് കോഴ്സിനെ നമുക്ക് 3 തരംതിരിക്കാം. 1 ഡിപ്ലോമ, 2 ബാച്ചിലേഴ്സ്, 3 മാസ്റ്റേഴ്സ്. ഡിപ്ലോമ എന്ന് പറയുമ്പോൾ അതിൽ ANM-ഉം GNM-ഉം ആണ് വരുന്നത്. ANM-നെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷമാണ് പഠിക്കാനുള്ള സമയം. GNM ആണെങ്കിൽ 3 വർഷവും. GNM കോഴ്സിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 പാസ്സായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും GNM കോഴ്സ് എടുക്കാം. സയൻസ് മുഖ്യ വിഷയമായിട്ട് പഠിക്കണം എന്നൊന്നുമില്ല. ഏത് ഗ്രൂപ്പ് പഠിച്ചു പാസ്സായിരിക്കുന്ന ഒരു +2 കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം GNM കോഴ്സ് വളരെ ഈസി ആയിട്ട് പഠിക്കാം, നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഇതേപോലെ തന്നെ GNM കോഴ്സിന് പ്രായപരിധിയില്ല. അത് തന്നെയാണ് വേറൊരു അട്രാക്ഷൻ. ഇന്ന് GNM കോഴ്സ് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഏതൊരു പ്രൊഫഷനിൽ അല്ലെങ്കിൽ ഏതൊരു ജോലിയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ന് ഒരു GNM കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ഒരു രജിസ്റ്റേർഡ് നേഴ്സായി അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനെ വേറൊരു രീതിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് കോഴ്സ്. ബാച്ചിലേഴ്സ് കോഴ്സിൽ മെയിനായിട്ട് വരുന്നത് പോസ്റ്റ് BSc, ഇതേപോലെ തന്നെ BSc നേഴ്സിംഗ്. പോസ്റ്റ് BSc വരുമ്പോൾ ഏകദേശം 2 വർഷമാണ് അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ. BSc നേഴ്സിംഗ് വരുമ്പോൾ 4 ഇയർ. GNM നേഴ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് BSc എടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ബാച്ചിലേഴ്സ് കോഴ്സ് ഫിനിഷ് ചെയ്യാം. സയൻസ് മുഖ്യ വിഷയമായി +2 പാസ്സായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഡയറക്റ്റ് BSc നേഴ്സിംഗ് എടുക്കുകയും ആ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയും ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം. അടുത്തതായിട്ട് വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ വന്നത് MSc നേഴ്സിംഗ് ആണ്. നമുക്ക് 2 വർഷം മതി MSc നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ കോഴ്സുകളെല്ലാം തന്നെ ഇന്ന് നമുക്ക് കേരളത്തിനകത്തും ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെ 30ഓളം രാജ്യങ്ങളിലായിട്ടും എബ്രോഡ് നമുക്ക് ഈ കോഴ്സുകളെല്ലാം തന്നെ ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു മേഖലയുമായിട്ട് എന്ത് സംശയങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യണം. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, ഉറപ്പ് തരുന്നു.